അപ്പോൾ ഈ ആൻറ്റി ഹെയർ ലോസ് ഷാംപൂ കണ്ടീഷണർ നിങ്ങൾക്ക് ടെമ്പററി റിലീഫ് കിട്ടും, താൽക്കാലികം ഒരു കുറവ് കിട്ടും. ഹെയറിനെ നിങ്ങൾക്ക് സൂപ്പർഫിഷ്യലി കറക്റ്റ് ചെയ്യാനുള്ള ഒരു സപ്ലിമെൻറ്റ്. അത് ഹെയർ ലോസ് ആയി മാറുന്നാ പറഞ്ഞു. സ്കിൻ ഇളകി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മുടി കൊഴിച്ചിലുണ്ടാവും. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഉപയോഗിച്ച് കേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി പോരും. ഡിഫറെൻറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഓയിലും പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ അവർ വേറൊരു കമ്പനീൻ്റെ പേരും വെച്ച് ഇറക്കും. പിന്നെ ഈ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇത് വാങ്ങും. ഇത് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടാവുക. ഫിനാൻഷ്യൽ സ്ട്രെസ്, കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ. കാരണം ബോഡിയുടെ പ്രശ്നം. ഇപ്പോൾ സൂര്യക്ക് കട ഉണ്ട്, നിങ്ങൾ ഇതിന് കുറേ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ടോ കാര്യമുണ്ടോ? മോറോവർ PCOD ഉണ്ടെന്ന് വിചാരിക്കാം. പല ഡോക്ടർമാരെ കൈ കൊണ്ട് പൈസ കൊടുക്കുന്നു, അവർ നിങ്ങളെ മുതലാക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് മുടി വളരാനുള്ള പോസിബിലിറ്റി. ഈ ആദിവാസികളെ പല ടൈപ്പ് ഓഫ് ഓയിൽസ് ഒക്കെ ഇറക്കാറുണ്ട്. അവർക്ക് ജെനറ്റിക് ആണ്. ഈ എണ്ണ വാങ്ങിയിട്ട് നമ്മളെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ വരൂല. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സിറ്റിയിലേക്ക് പോയി കണ്ട ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ തേച്ച് ഭ്രാന്തന്മാരെ തലയിൽ മുടി കണ്ടിട്ടുണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ്. ഇവരൊക്കെ തലയിൽ എന്തുകൊണ്ടാണ് മുടി? എണ്ണ കുറേ വാരി തേച്ചോണ്ടാ. അങ്ങനെയാണ് കുറേ കാച്ചി എണ്ണ അങ്ങോട്ട് തലയിൽ ഇട്ടാൽ പോലെ. വേറെ ഡോക്ടർമാരൊന്നും ആവശ്യമില്ലല്ലോ. അറൗണ്ട് 15 years ആയിട്ട് ഞാൻ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്താണ് ഓയിലിന്റെ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ? പറ. എന്താ? ഒന്നുമില്ല. കടയിൽ പോയിട്ട് എണ്ണ വാങ്ങി തലയിൽ ഇടണ്ട, അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഡോക്ടർമാരൊരിക്കലും ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കാൻ പറയില്ല. ഓക്കെ. അപ്പോൾ ഈ ആൻറ്റി ഹെയർ ലോസ് ഷാംപൂ കണ്ടീഷണർ ഇതൊന്നും യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ? ഇതിൽ യെസ് ഓർ നോ എന്നുള്ള കൺസേൺ അല്ല. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെമ്പററി റിലീഫ് കിട്ടും, താൽക്കാലികം ഒരു കുറവ് കിട്ടും. ദാറ്റ് ഡസൻറ്റ് മീൻ അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, അതൊരു സപ്ലിമെൻ്റ് ആണ്. ഹെയറിനെ നിങ്ങൾക്ക് സൂപ്പർഫിഷ്യലി കറക്റ്റ് ചെയ്യാനുള്ള ഒരു സപ്ലിമെൻറ്റ്. ഈ താൽക്കാലികമായിട്ട് നിങ്ങൾ ഇങ്ങനെ കുറേ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെമിക്കൽ പീലിംഗ് നടക്കും. അത് ഹെയർ ലോസ് ആയി മാറുന്നാ പറഞ്ഞത്. ഇപ്പം ഞാനൊരു സാധനം ഉപയോഗിക്കരുതെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഉപയോഗിക്കുമല്ലോ. ബിക്കോസ് ഇതൊക്കെ പണ്ട് തൊട്ടേ കണ്ടുപിടിച്ച സിസ്റ്റമാണ്. പക്ഷെ ഇതിൻ്റെ ആ ഫൈനൽ ഔട്ട്പുട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്കിൻ ഇളകി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ ആൾക്കാർ വരിക, മുടി കൊഴിച്ചിലാ ഡോക്ടറെ, താരനൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടാണ് വരിക. സ്കിന്ന് മൊത്തം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹെയർ ഫോളിക്കിൾസ് ഈ സ്കിന്നിൽ സീറ്റഡ് ആണ്, അത് നട്ടു വെച്ചിരിക്കുകയാണ്. ഹെയർ ഫോളിക്കിൾസ് സ്കിന്നിൽ നട്ടു വെച്ചിരിക്കുന്നതാണ്. ഈ സ്കിന്ന് മൊത്തം നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഉപയോഗിച്ച് കേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി പോരും. നോർമൽ കൺസേൺ ആണ് ഇത്. വലിയ ബുദ്ധിയോ വലിയ ഡോക്ടറാവോ വേണ്ട അതൊന്നും ചിന്തിക്കാൻ. ഒന്ന് സൂര്യനെ ചിന്തിച്ചു നോക്കൂ. ഒരു മണ്ണിലൊരു ചെടി കുഴിച്ചിട്ടു, മണ്ണ് മൊത്തം ഇളക്കി കളയുകയാണെങ്കിൽ ചെടി പോരും അല്ലേ? അല്ലാതെ ഞാൻ ഷാമ്പു ഉപയോഗിക്കണ്ട, ഓയിൽ ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രശ്നക്കാരൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം കൂടുന്നാ പറഞ്ഞു. ബിക്കോസ് സിംറ്റം ടു ഇൻഡിക്കേറ്റ് യു ദാറ്റ് യു ആർ അണ്ടർ സ്ട്രെസ്, either ഫിസിക്കലോ മെൻ്റൽ. ആ പ്രോബ്ലം മാറ്റാതെ സൂപ്പർഫിഷ്യൽ കറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ പ്രോബ്ലം തന്നാലെ മാറിയിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസ് കുറഞ്ഞു എന്ന് പറയും. ഈ എണ്ണ ഉപയോഗിച്ചാൽ കുറഞ്ഞു പറയും. അതുകൊണ്ടാണ് എണ്ണ കമ്പനി നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്ത മീൻസ് നിങ്ങൾ ഇപ്പം ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഡിഫറെൻറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഓയിലും പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കേ, പിന്നെ അതൊന്നും കാണൂല എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം വിറ്റ് കച്ചവടാക്കും. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ പ്രശ്നങ്ങൾ വരും. അപ്പോഴേക്ക് ഇവരൊക്കെ സാധനം സെല്ല് ചെയ്ത് ആളെന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും. പിന്നെ അവർ വേറൊരു കമ്പനീൻ്റെ പേരും വെച്ച് ഇറക്കും. പിന്നെ ഈ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇത് വാങ്ങും. 10 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ കുറയുമെന്ന് പറഞ്ഞ് ഒരുത്തൻ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരും ഇത് വാങ്ങും. മണി ബാക്ക് ഗ്യാരണ്ടി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വാരി പിടിച്ചു കൊടുക്കും. അവിടെ പൈസയും കൂടെ കുറവാണെങ്കിലും പിന്നെ നോക്കണ്ട. പക്ഷെ ചിന്തിക്കേ, 200 രൂപേൻ്റെ സാധനമാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് എത്രയായി? ചെറിയ പൈസ ആവുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യൂല? വലിയ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും.
പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇറ്റ്സ് സംതിങ് ബിഗ്. പിന്നെയും വേറൊരു കമ്പനീൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ 80% ഹെയർ ലോസും സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അത് കുറയും. പക്ഷേ ഈ മണ്ടന്മാരെന്താ വിചാരിക്കുക, ഇത് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടാവുക. പക്ഷേ എക്സിസ്റ്റിംഗ് പ്രോബ്ലം, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ സ്ട്രെസ്, കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെയിൻറ്റെയിനിങ് കോസ്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പിന്നെയും തിരിച്ചു വരും. കാരണം ബോഡിയുടെ പ്രശ്നം. ഇപ്പോൾ സൂര്യക്ക് കടമുണ്ട്, കടം വീഴുന്ന വരെ സൂര്യ എങ്ങനെയെങ്കിലും കടം വീഴണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അതിന് അപ്പം സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഇല്ല, ഫുൾ ഓട്ടാണ്. അപ്പോൾ ബോഡി എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ ഇതിന് കുറേ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ടോ കാര്യമുണ്ടോ? മൈ ക്വസ്റ്റ്യൻ, കാര്യമുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഓൾ. ഡെഫിഷ്യൻസി ഉണ്ടെന്ന് വിചാരിക്കുക. യു ഹാവ് സം അനീമിയ, രക്തക്കുറവുണ്ട്, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. നിങ്ങൾ കുറേ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും മാറും. മോറോവർ PCOD ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്താണ് ആ റൂട്ട് കോസ്, എന്തുകൊണ്ടായിരിക്കും മുടി കൊഴിയുന്നത്. അത് മനസ്സിലാക്കിയ എക്സാക്ട്ലി ദ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി സേഫ്. അല്ലാത്ത കേസിൽ നിങ്ങൾ വെറുതെ മുടീനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പല ഡോക്ടർമാരെ കൈ കൊണ്ട് പൈസ കൊടുക്കുന്നു, അവർ നിങ്ങളെ മുതലാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചലിന് അല്ലെങ്കിൽ പുതിയ മുടി വളരാൻ വേണ്ടി ആളുകൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് റോസ്മേരി വാട്ടർ മാർക്കറ്റിൽ അവർ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ റോസ്മേരി വാട്ടർ ഇവിടെയൊക്കെ തേച്ച് മുടി കിളിർത്തു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരസ്യം വരെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ റോസ്മേരി വാട്ടർ തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരുമോ? ശരി, ഞാൻ എപ്പോഴും പറയാം, ഇപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പേഷ്യൻ്റെ ലൈഫ് പേഷ്യൻ്റ് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ഞാൻ ചലഞ്ച് ചെയ്യും. ഞാൻ വീഡിയോയിൽ എന്ത് ചെയ്യും, എൻ്റെ മുന്നിലിരിക്കുന്ന സൂര്യ ആയിരിക്കില്ല ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാന്ന് പറയുമ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തു ഇയാളാരെന്ന് വിചാരിക്കും. പക്ഷെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ്റെ ലൈഫ് മൊത്തം ഞാൻ പറഞ്ഞു. അപ്പോൾ സൂര്യ പുറത്തേക്ക് പോകുമ്പോൾ എന്നോട് പറയും ഞാൻ വേറൊരാളാണെന്നും മുടി കൊഴിച്ചിലിൻ്റെ കാരണം ഞാനാണെന്നും ഞാൻ ആദ്യം എന്നെ തന്നെ ഇഷ്ടപ്പെടണമെന്നും പറയും. ഇത് പറയിപ്പിക്കാറ് ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഇതാണ് സെൽഫ് റിയലൈസേഷൻ. ഇതേപോലെ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് തിങ്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഒരു സാധനം നിങ്ങൾ മൈൻഡ് അതെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയാറുണ്ട്, കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ ഞാൻ മാറ്റി എന്നാണ് പറയാം. അത് മാറി എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻറ്റിനെ ഞാൻ പുറത്തേക്ക് വിടുന്നത്. ഇതേപോലെ ഈ അവരുടെ ഉള്ളിൽ തന്നെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇതിലൂടെ ഐ വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്താവാം, ആ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാം. പിന്നെ റോസ്മേരി വാട്ടറിന് അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ പമ്പിങ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് മുടി വളരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ നമ്മൾ മിനോക്സിഡിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, അലോപ്പതി ഫിസിഷ്യൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു മെയിൻ 5% 10% ഒക്കെ ഉണ്ട്. മിനോക്സിഡിൽ ഇട്ടാൽ നല്ല മുടി വരും, പക്ഷെ വന്നതിനെക്കാട്ടും സ്പീഡിൽ പോവുകയും ചെയ്യും. ഒരു സാധനം നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമ്മളെ കാണിച്ച് അതേപോലെ പോവുകയാണെങ്കിൽ കാര്യമുണ്ടോ? ഇതിനൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും മുടീനെ ഇഷ്ടപ്പെടരുത്, നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങൾ നോക്കിയിട്ടല്ല മുടി വന്നത്, ആണോ? സൂര്യ നോക്കിയിട്ടാണോ സൂര്യൻ്റെ തല ഇത്രയും മുടി വന്നത്? അപ്പം നിങ്ങൾ വെള്ളവും വളവും ഇട്ട് കൊടുക്കണ്ട. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഉണ്ടാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ആദിവാസികൾ പല ടൈപ്പ് ഓഫ് ഓയിൽസ് ഒക്കെ ഇറക്കാറുണ്ട് ഇല്ലേ? ഈ ഓയിൽസ് അവർക്ക് ജനറ്റിക്കാണ്. ഈ എണ്ണ വാങ്ങിയിട്ട് നമ്മളെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ വരൂല, പൊട്ടത്തരാണ്. അവരെ ജനറ്റിക്കാണ്. ആ നാട്ടിലുള്ളവരുടെ ലൈഫ് സ്റ്റൈലാണോ നിങ്ങൾ ഓരോരുത്തരും? നിങ്ങളെ പ്രോബ്ലംസ് ആണ് അവർക്ക് കുറേ എക്സ്പെക്റ്റേഷനോ വലിയ വണ്ടിയോ വലിയ വീടോ ഒന്നുമില്ല. അവരെ എക്സ്പെക്റ്റേഷൻ ഈ 500 രൂപയ്ക്ക് വിൽക്കുക, പൈസ വാങ്ങുക. അവരുടെ ലൈഫ് സ്റ്റൈൽ ഈസ് വെരി കോമൺ. നമ്മളത് അങ്ങനെയല്ലല്ലോ. ഇപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ഹെയർ ലോസിന്. ബിക്കോസ് കോമ്പറ്റേറ്റീവ് മൈൻഡ് കൂടിയാൽ നമ്മൾക്ക് അഡാപ്റ്റേഷൻസ് ഭയങ്കരമായിട്ട് കൂടും. അഡാപ്റ്റേഷൻസ് ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന സിംറ്റമാണ്. ചെറുപ്പത്തിൽ
നമ്മളെ വീട്ടിൽ നിന്ന് തലയിൽ കാച്ചി എണ്ണയൊക്കെ തേച്ച്, അപ്പൊ കാച്ചി എണ്ണ തേച്ച് കഴിഞ്ഞാല് മുടി നല്ല രീതിയിൽ വളരുന്നാണ് പറയാ, തഴച്ച് വളരുന്നു പറയും. ചെമ്പരത്തിനെ കൊണ്ട് താളിയൊക്കെ വെച്ച് തലയിൽ നമുക്ക് ഒഴിച്ചു തരുമൊക്കെ ചെയ്യും. അപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ ഈ ചെമ്പരത്തി താളിയൊക്കെ തേച്ചിട്ടാണ് എൻ്റെ മകളുടെ മുടി വളർത്തിയെന്ന് പറയുന്ന അമ്മമാർ ഇപ്പോഴും നാട്ടിൻപുറത്തുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു സിറ്റിയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ നിനക്ക് കഷ്ടപ്പെട്ട് എണ്ണ കൊണ്ടും താളീനെ കൊണ്ടും ഒക്കെ വളർത്തിയ മുടി നീ സിറ്റിയിലേക്ക് പോയി കണ്ട ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ തേച്ച് മുടി കൊഴിഞ്ഞു എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ശരിക്കും ഈ വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് മുടി വളർന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ട്രഡീഷണൽ കസ്റ്റംസ്. എണ്ണ തേച്ചാലേ മുടി വളരുള്ളൂ, ഇന്നതൊക്കെ നല്ല രീതിയിൽ നീ മുടിനെ നോക്കിക്കഴിഞ്ഞാലേ മുടി വരുള്ളൂ. പക്ഷേ ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഭ്രാന്തന്മാരെ തലേ മുടി കണ്ടിട്ടുണ്ടോ? പിച്ചക്കാരൻ്റെ തലേ മുടി കണ്ടിട്ടുണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ്, കള്ളൂടിയൻ, വൈ ഇവരൊക്കെ തലയിൽ എന്തുകൊണ്ടാണ് മുടി നിൽക്കുന്നു? എണ്ണ കുറേ വാരി തേച്ചോണ്ടാ ആണോ? അല്ല, എക്സാക്ട്ലി. ഇനി അതൊക്കെ പോട്ടെ, തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എന്തുമാത്രം ആൾക്കാരുടെ തലയിൽ നല്ല മുടി ഉണ്ടാവും, ചെമ്പിച്ച മുടി ഉണ്ടാവും, ഇല്ലേ? എന്തുകൊണ്ടാണ്? എന്നാലും ഒരു നിങ്ങളെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുടി ഇല്ലാത്തവരാണോ മുടിയുള്ളവരാണോ ഉള്ളത്? ആ, എന്നാൽ സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കുക. ഇപ്പം ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മലയാളി, ബാംഗ്ലൂരിൽ നിൽക്കുന്ന ആ കർണാടകയിലുള്ള ആളെ തലയിൽ നല്ല അടിപൊളി മുടി വയ്ക്കും. അവനും ആ വെള്ളം ഉപയോഗിക്കുന്നു, ഇവന് പോകുന്നവനോ. പക്ഷെ ഇവന് പോകുന്നവൻ അവൻ്റെ ആവശ്യത്തിനാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നാൽ രക്ഷപ്പെടൂല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അപ്പോൾ അവൻ്റെ മൈൻഡ് എവിടെയൊക്കെ ഉണ്ടാവും? നാട്ടിലാണ്. അപ്പോൾ അവൻ്റെ ആവശ്യത്തിന് അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അഡാപ്റ്റേഷൻ എന്നാ പറയും. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ ഓയിലിട്ടെന്നോ അല്ലെങ്കിൽ അമ്മ കാച്ചി തന്ന ഓയിലിട്ടാലും മുടി വളരണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് കുറേ കാച്ചി എണ്ണ അങ്ങോട്ട് തലയിലിട്ടാൽ പോരെ, വേറെ ഡോക്ടർമാരൊന്നും ആവശ്യമില്ലല്ലോ. സി ഇതൊക്കെ പണ്ട് അത് ഇറ്റ്സ് വർക്ക്സ്. പണ്ട് ഇത്രയും കോമ്പറ്റേറ്റീവ് മൈൻഡ് ഇല്ല, പ്രോബ്ലംസ് ഇല്ല. പക്ഷെ നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇന്ന് 70% ആണ് ഡിവോഴ്സ് നടക്കുന്നത്. 70% റിലേഷൻഷിപ്പ് ഫെയിലിയർ, അതായത് ലവ് ഫെയിലിയർ നടക്കുന്നത് 80 to 90% ആണ്. ഈവൻ ആഫ്റ്റർ സെക്ഷൽ റിലേഷൻഷിപ്പ്. വൈ ഇറ്റ്സ് ഹാപ്പനിങ്? പണ്ട് അങ്ങനെയാണോ? ഇപ്പം പണ്ട് അമ്മ തലയിൽ വെളിച്ചെണ്ണ തേച്ച് ഒന്നെന്ന് വിചാരിച്ച് ഇപ്പോഴും മോള് കുറേ വെളിച്ചെണ്ണ തേച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ തലയിൽ മുടിയൊന്നും നിൽക്കൂല. കാരണം ദീസ് ഓൾ ആർ കസ്റ്റംസ്, ട്രഡീഷണൽ കസ്റ്റംസ്. അത് ഒരു വിശ്വാസമാണ്. അല്ലാണ്ട് അമ്മ എണ്ണ തേച്ചൊന്നു വിചാരിച്ച് മുടി വളരണമെന്നൊന്നുമില്ല. ആ കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ ആ കുട്ടി ആഗ്രഹിച്ച പോലെയാണ് പോകുന്നുണ്ടെങ്കിൽ മേ ബി, അത്രേ പറയാൻ പറ്റും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, തലയിൽ എണ്ണ തേച്ച് കുളിക്കണോ, എണ്ണ തേച്ചാൽ മുടി വളരുമോ? അതിനൊരു പ്രോപ്പർ ഞാൻ കഴിഞ്ഞ എൻ്റെ തലയിൽ മുടി ഉണ്ടോ? നല്ല പോലെ ഉണ്ട്. അറൌണ്ട് 15 years ആയിട്ട് ഞാൻ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ അല്ലാതെ വേറെ ഏത് രാജ്യത്താണ് ഓയിൽ യൂസ് ചെയ്യുന്നത്? ടെൽ മീ, പറ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? തിങ്ക്. എവിടെയും യൂസ് ചെയ്യുന്നില്ല. എന്താണ് ഓയിലിൻ്റെ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ? പറ. എന്താ? ഒന്നുമില്ല. കുറച്ച് കൂളിംഗ് കിട്ടുമെന്ന് പറയാം, കിട്ടുമെന്ന് പറയാം. അതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ലൂബ്രിക്കൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷൈൻ ചെയ്യുമെന്ന്. അതിന് എന്താണ് ഇപ്പം അതിൻ്റെ റൂട്ടിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഒന്നുമില്ല. സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട് ഓയിൽ സെക്രീറ്റ് ചെയ്യാൻ. നിങ്ങൾ പുറത്തുനിന്ന് എണ്ണ വാങ്ങിയിട്ട് തലയിട്ടൊന്നും വേണ്ട. ഓക്കെ. അപ്പം ഞാനൊക്കെ 2-3 days വൺസ് ഞാൻ ഓയിൽ ഷാംപൂയിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ 2-3 days കഴിഞ്ഞിട്ട് ഷാംപൂയിങ് ചെയ്യാറുണ്ട്. വൈ? ബിക്കോസ് എനിക്ക് ഓയിൽ സെക്രീറ്റഡ് ആവും. ഓയിൽ സെക്രീറ്റഡ് ആവുന്നതുകൊണ്ടാണ് ഷാംപൂയിങ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ആ സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ സെക്രീറ്റ് ചെയ്യും. നിങ്ങൾ കടയിൽ പോയിട്ട് എണ്ണ വാങ്ങി തലയിൽ ഇടണ്ട, അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു നല്ല ഷാംപൂ കണ്ടീഷണർ നമ്മളിപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഡോക്ടർമാര് വന്നിരുന്ന വീഡിയോസിലാണെങ്കിൽ പോലും പറയുന്നത് ഷാംപൂ കണ്ടീഷണർ നിർബന്ധമായും മുടിയിൽ യൂസ് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായും പറയുന്ന ഡോക്ടർമാരുണ്ട്.
അപ്പോൾ ഒരു ഷാമ്പൂ കണ്ടീഷണർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത്? ഞാൻ പിന്നെയും അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ്, ഡോക്ടർമാർ ഒരിക്കലും ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കാൻ പറയില്ല. ബ്യൂട്ടി പാർലേഴ്സ് ഉള്ളവർ മാത്രമേ പറയുള്ളൂ. ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഹെയർ ഫോളിക്കിൾ, എന്താണ് അനാഫേസ് അറിയില്ല, ടിലോഫേസ് അറിയില്ല, എങ്ങനെയാണ് ഇത് മുടി വരുന്നതെന്ന് അറിയില്ല. അവർ സൂപ്പർഫിഷ്യൽ കറക്ഷനിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മുടീൻ്റെ ഭംഗി കൂട്ടാനാണ് ഇത്. ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യലി. അപ്പം മുടി നല്ല ഷൈനിങ് ആവാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യന് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഒരു ഡോക്ടർ പറയൂല നിങ്ങൾ എന്തായാലും കണ്ടീഷണർ ഉപയോഗിക്കണം, എന്തായാലും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് പറയില്ല. അത് ബ്യൂട്ടീഷ്യൻസ് ആണ് പറയുക. ബിക്കോസ് ദേ നീഡ് നിങ്ങളെ മുടി കുറച്ചും കൂടെ അടിപൊളിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറഞ്ഞിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ് 2 weeks once ഒക്കെ ഷാമ്പൂ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പൂസ് ഉണ്ട്, അതാണെങ്കിൽ ഒരു 2 to 3 days once ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈൽഡ് ഷാമ്പൂസ്. അപ്പം മൈൽഡ് ഷാമ്പൂസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് പത വരില്ല. ഇപ്പം ചില ആൾക്കാർ ഡെയിലി സോപ്പ് ഇട്ട് തല കേൾക്കും, അപ്പോൾ ഹെയറൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സാക്ട്ലി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ ഓയിൽ മൊത്തം എന്താവും സോപ്പ് ഇടുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ മുഖത്ത് സോപ്പ് ഇടുന്നതും അതേപോലെ തന്നെ ഫേസ് വാഷ് ഇടുന്നതും വ്യത്യാസമുണ്ട്. ഫേസ് വാഷിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടാവും, സോപ്പ് നിങ്ങളെ ഫേസിലുള്ള എല്ലാ ഓയിൽ കണ്ടന്റിനും എടുക്കും. ഇതേപോലെ നിങ്ങൾ സ്കാൽപ്പിൽ ഇടുമ്പോൾ ഹെയർ ഡ്രൈ ആവും, അപ്പോൾ ബ്രിട്ടിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഷാമ്പൂ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളൊരു ഷാമ്പൂ, ഇപ്പം ഞാൻ മാൻഡേറ്ററി ആയിട്ട് ഇന്ന ഷാമ്പൂ ഉപയോഗിക്കണം എന്ന് പറയാറില്ല. ഷാമ്പൂ നിങ്ങൾക്ക് എന്തും സ്കാൽപ്പിൽ ഇടാം, എന്തും യു ക്യാൻ യൂസ് ഓൺ യുവർ സ്കാൽപ്പ്. ബട്ട് ഇഫ് യു ആർ പുട്ടിങ് ഇറ്റ് റെഗുലർലി, ഞാൻ പറഞ്ഞില്ലേ മുടീൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്തു ചെയ്യാം, അത് പൊട്ടിപ്പോയാൽ പിന്നെയും വരും. പക്ഷേ റൂട്ടിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഷാമ്പൂസ് ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ആവും. അപ്പോൾ നിങ്ങൾ ഇപ്പം ഡിഫറെൻറ്റ് കോമ്പോണൻസ് വരുന്നുണ്ട് ഷാമ്പൂയിൽ. ഇപ്പം നാച്ചുറൽ ഷാമ്പൂസും ഉണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് കെമിക്കൽ കോമ്പോസിഷൻ വരുന്നുണ്ട്. ഹൈ പ്രീമിയം ഷാമ്പൂസ് ഉണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കെരാറ്റിൻ ഷാമ്പൂസ് ഉണ്ട്, പ്രോട്ടീൻ ഷാമ്പൂസ് ഉണ്ട്. അപ്പം ഇതൊക്കെ അവർ കുറേ ആഡഡ് തിങ്സ് ആഡ് ചെയ്തിട്ട് ഹെയറിനെ കുറച്ച് ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ ഓരോ ആൾക്കാരെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നോർമലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുക മൈൽഡ് ഷാമ്പൂസ് ആണ്. ഏത് ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇന്ന ഷാമ്പു ഉപയോഗിച്ചാലേ നല്ലതാവോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എവരി ഷാമ്പു ആ സെയിം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡിലേക്ക് പോവാം. ഇപ്പം ബ്രാൻഡ് ആകുമ്പോൾ ചിലപ്പോൾ നല്ല സ്മെല്ല് ഉണ്ടാകുമ്പോൾ അല്ലേ. ഇപ്പം ഒരു ഷാമ്പു ഒരാൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെലിബ്രിറ്റി ഒരു മണമില്ലാത്ത ഷാമ്പു തലയിൽ തേക്കണം എന്നില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാമ്പു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കണ്ടീഷണറും അതേപോലെ തന്നെ ഹെയറൊക്കെ നല്ല ഷൈനിങ്ങും നല്ല സോഫ്റ്റും ആയാൽ ദേ വിൽ ബി കംഫർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്മെല്ല്, രണ്ടാമത്തെ എന്താ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു മുടി തൊടുന്ന സമയത്ത് ആ സോഫ്റ്റ്നെസ്സും ആ ഒരു ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ വെരി ഹാപ്പി. മോർ ദാൻ ദാറ്റ് അവർക്ക് എന്താ അറിയാൻ കഴിയുക, നല്ല ഒരു ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ അതല്ലേ നിങ്ങൾ നോക്കുള്ളൂ. ഇപ്പോൾ സൂര്യ ഒരു ഷാമ്പു സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കുക എന്താ, നല്ല മണം അല്ലേ. രണ്ടാമത് അതിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളതെന്ന്. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ചിന്തിക്കുക, ഇത് കൊള്ളാലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഓയിൽ സെക്രീഷനൊക്കെ പോയല്ലോ, നല്ല ഡ്രൈ ആയിട്ടുണ്ടല്ലോ, നല്ല സ്മെല്ലാണല്ലോ. മോർ ദാൻ ഓഫ് ദാറ്റ് വാട്ട് യു നോ അബൌട്ട് യുവർ ഹെയർ. ആ ഷാമ്പുവിനെ കൊണ്ട് എന്താണ് മോർ ദാൻ ഓഫ് ദാറ്റ്. പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ്, അവിടെയാണ് പ്രോബ്ലം. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ഉപയോഗിക്കുമ്പോഴാണ് കെമിക്കൽ പീലിംഗ് നടക്കുക. അത് എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കുറേ ഇങ്ങനെ ഇളകി പോവും, പിന്നെ റെസിസ്റ്റൻ്റ് ആവും. പിന്നെ ആ ഷാമ്പു ഇട്ടാലും എന്ത് മാറില്ല, ഈ ഡാൻഡ്രഫ് മാറില്ല. അതിനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കാൽപ്പൽ സോറിയാസിസ് എന്നൊക്കെ പറയുന്നത്, ഡീസ്കമേഷൻ ഓഫ് സ്കിൻ.